നമസ്കാരം, ഞാൻ പ്രവീൺ ആൻഡ്രൂസ് ആണ്. സുഹൃത്തെ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുഴുവിക്കല്ല് അല്ലെങ്കിൽ ചെറിയ ബ്ലെൻഡർ ഉപയോഗിച്ച് 1 ഇഞ്ച് അരിഞ്ഞ ഇഞ്ചി, 2.5 വെളുത്തുള്ളിയുടെ അല്ലി, 1.5 ടീസ്പൂൺ വെള്ളം എന്നിവ ചേർത്ത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു ഫ്രൈയിങ് പാനിലോ കടായി പാനിലോ ഇടതരം ചൂടിൽ ചൂടാക്കുക. ഇതിലേക്ക് 2 കപ്പ് അരിഞ്ഞ ഉള്ളിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 7 മിനിറ്റിന് പലപ്പോഴും ഇളക്കി വഴറ്റുക. ഉള്ളി ചുരുങ്ങി തിളങ്ങുന്നത് വരെ. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 അരിഞ്ഞ പച്ചമുളക്, 12 കറിവേപ്പില എന്നിവ ചേർത്ത് 3 മിനിറ്റിന് ഇളക്കി വേവിക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പൊടിച്ച കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ എന്നിവ ചേർത്ത് 2 മിനിറ്റിന് ഇളക്കി വഴറ്റുക. എണ്ണയുടെ ഉപയോഗം കുറവായതുകൊണ്ട് പാനിൻ്റെ അടിയിൽ ഭക്ഷണം പറ്റി നിൽക്കുന്നത് ഒഴിവാക്കാനും ഭക്ഷണം ഒരേപോലെ യൂണിഫോമായി വേവിക്കാനും ഇടയ്ക്കിടെ ഇളക്കുക. വഴറ്റുമ്പോൾ ഏത് സമയത്തും ഭക്ഷണം പാനിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ചാൽ 4 ടേബിൾ സ്പൂൺ മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കുക. ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ ചേർത്തു. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് ചൂട് ഉയർന്നത്തിലേക്ക് ആക്കി 2 മിനിറ്റിന് വേവിക്കുക. 1/2 കിലോ കൊഴുപ്പ് കുറഞ്ഞ ബീഫ് സ്റ്റൂ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ബീഫ് ടെൻഡർ ലോയിൻ, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 3 മിനിറ്റിന് ഇളക്കുക. ബീഫ് കഷ്ണങ്ങൾ മസാലകൾ കൊണ്ട് നന്നായി പൂശുന്നത് വരെ. 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് മിശ്രിതം തിളപ്പിക്കുക. തിളച്ച ശേഷം ഒരു ലിഡ് ഉപയോഗിച്ച് പാൻ മൂടുക. ചൂട് ഇടതരം താഴ്ന്നതായി കുറയ്ക്കുക. ഏകദേശം 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ വേവിക്കുക, ബീഫ് മൃദുവാകുന്നത് വരെ. വെള്ളത്തിന്റെ ഭൂരിഭാഗം വറ്റിപ്പോകണം. ഒരു നേർത്ത കറി മാത്രം അവശേഷിപ്പിച്ചിരിക്കണം. 1/4 കപ്പ് കൊഴുപ്പ് കുറഞ്ഞ തേങ്ങാപ്പാലും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ചൂട് ഉയർന്നത്തിലേക്കാക്കി തിളപ്പിക്കുക. തിളച്ച ശേഷം ചൂട് ഇടതരമായി കുറച്ചിട്ട് 2-3 മിനിറ്റിന് വേവിക്കുക. ചൂടിൽ നിന്ന് പാൻ മാറ്റി വയ്ക്കുക. 12 കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും വീട്ടിലുണ്ടാക്കിയതിന് മുൻഗണന വിതറി വിഭവം അലങ്കരിക്കുക. നല്ലപോലെ യോജിപ്പിക്കാൻ ചെറുതായി ഇളക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലൊന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.